ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ജൂഹി റൂഹി 90 ദിവസമായി. അപ്പോൾ അവർ അവരുടെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ റൂമിലേക്ക് എത്തിയപ്പോൾ കുട്ടികൾ നല്ല കളിയിലായിരുന്നു. അപ്പോൾ അവർ പോവുമല്ലേ, അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളായിരുന്നു. ഇപ്പുറത്തെ റൂമിലേക്ക് വന്നപ്പോൾ അർസു എസയുടെ ബുക്ക് എടുത്തിട്ട് നല്ല കുത്തി വരച്ചിലായിരുന്നു. ഉപ്പമ്മാൻ്റെ കുറച്ച് ഗ്യാരൻറ്റി ഓർണമെൻറ്റ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് മൂപ്പരാൾ ഭയങ്കര കളിയിലായിരുന്നു. ഇപ്പുറത്ത് ഉമ്മ എസക്ക് ബുക്സൊക്കെ പൊതിച്ചിലിട്ട് കൊടുക്കായിരുന്നു. നസർത്താത്ത ഓൾറെഡി കുറച്ച് ഇട്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അതിങ്ങനെ ഇടണ കണ്ടപ്പോൾ ഒരു കൗതുകം. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് 5 മക്കൾക്കും സ്കൂൾ തുറക്കാറായ ഉമ്മ അങ്ങനെ ഇട്ടുതരും. കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഇടും പാവം. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും ഇഷ്ടമായില്ലേ, ഇഷ്ടപ്പെട്ട, എന്നിട്ട് അതിന് മുകളിൽ പേരെഴുതാനൊക്കെ പറയും. അപ്പോൾ ഇതിങ്ങനെ കണ്ടോക്കി വെക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ എസ പഠിക്കുന്നത് തൃത്താല മുടവന്നൂർ IS സ്കൂളിലാണ്. അപ്പോൾ ഒരാഴ്ചയായി എസ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പോൾ നസർത്താത്തയും കുട്ടികളും ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടുന്ന് നടന്നത്. അതേപോലെ അവർ നാളെ പോവുകയാണല്ലോ, അപ്പോൾ കുട്ടികൾക്ക് കുന്നങ്കായ കൊടുന്നുണ്ടായിരുന്നു ഫൗസിമേമ. പിന്നെ ഞങ്ങൾ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ നോക്കി അതൊക്കെ സെറ്റപ്പാക്കി വെക്കായിരുന്നു. വലുത് വേറെ ഒരു ബോക്സിലേക്കും പിന്നെ അവർക്ക് ഇപ്പോൾ ഉപയോഗിക്കാനുള്ളത് വേറൊരു കൊട്ടയിലേക്കാണ് ഞങ്ങൾ മാറ്റി വെച്ചത്. അത്യാവശ്യം ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ട്വിൻസ് ആയതുകൊണ്ട് എല്ലാം കാണാൻ നല്ല രസമുണ്ട്, പ്രത്യേകിച്ച് ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ. അങ്ങനെ എടുത്ത് വെക്കണതിൻ്റെ ഇടയിൽ അറസ് വന്നിട്ട് വലിച്ചിടുകയാണൊക്കെ. അപ്പോൾ വീണ്ടും അതൊക്കെ വാങ്ങി അതിലേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ അവൾ എല്ലാം ഒന്നും കൊണ്ടുപോകണില്ല, കാരണം 7-ാം തീയതി പെരുന്നാളാണല്ലോ, അപ്പോൾ അങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം നിൽക്കാനുള്ള ഐറ്റംസൊക്കെയാണ് അവൾ കൊണ്ടുപോകണത്. പിന്നെ സെഫിയുടെ ഷെമീർ ഗൾഫിലേക്ക് പോയ വിവരം ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, വീഡിയോ എടുത്തായിരുന്നു. ചില സാങ്കേതിക തകരാറ് മൂലം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ കൂടെ സെഫി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സെഫി അറസും കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ തന്നെയാണ്. റംഷദളേനും ഉമ്മയും കൂടിയിട്ടാണ് കേട്ടോ താത്താനും കുട്ടികളെയും വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഹുസ്നാത്തിയും കുട്ടികളും ഉണ്ടായിരുന്നില്ല. അവർക്കിപ്പോൾ സ്കൂൾ തുറക്കാണല്ലോ. റെയിനുവിന് മദ്രസ ഉള്ളതുകൊണ്ട് അധികം വന്ന് നിൽക്കാൻ പറ്റിയില്ല. തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാം സെറ്റപ്പാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഉച്ചകത്തെ ഫുഡ് എന്ന് പറഞ്ഞത് നോർമൽ ഫുഡായിരുന്നു, എക്സ്ട്രാ ബീഫ് വരട്ടിയതായിരുന്നു. അപ്പോൾ അത് അൽഹംദുലില്ലാ എല്ലാവരും കൂടിയിട്ട് കഴിച്ചു. മുന്നത്തെ വീഡിയോസുകളിലൊക്കെ ആയിട്ട് ഞാൻ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇട്ടായിരുന്നു, നിങ്ങളെല്ലാതും കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ നാട്ടിലൊക്കെ 90 ദിവസം ആകുമ്പോഴാണ് കൂട്ടിക്കൊണ്ടുപോവുക, അതായത് കുട്ടികളുടെ ഉപ്പാൻ്റെ വീട്ടിലേക്ക്. ചിലർ 60 ആകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ ഇത് ട്വിൻസ് ആയതുകൊണ്ട് കുറച്ച് ദിവസമായി. പിന്നെ എസമോൾക്ക് സ്കൂളും തുറക്കില്ല, അതുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അവർക്ക് ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങൾ, തൊട്ടിയുടെ മറ്റേ കുളത്തും കാര്യങ്ങളൊക്കെ, പിന്നെ അവരെ കുളിപ്പിക്കാൻ ബക്കറ്റ്, പിന്നെ ഇരുന്ന് കുളിപ്പിക്കാൻ പലക, അങ്ങനെയുള്ള കുറേ ഐറ്റംസുകളൊക്കെ അവർ 2 ദിവസം മുന്നേ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ആ പോണതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാത്തിൻ്റെ കൂടെ അറസമാസിക്ക് ഉണ്ട് കേട്ടോ. അവനക്ക് ഭയങ്കര കൗതുകമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പിന്നെ മൂപ്പരാൾക്ക് അഡ്വെഞ്ചേഴ്സൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ്. അങ്ങനെ അവരെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളെ ഡ്രസ്സ് മാറ്റി കൊടുത്ത്, അതിനിടയ്ക്ക് നസർത്താത്തിൻ ഡ്രസ്സൊക്കെ മാറ്റി, എന്നിട്ട് പിന്നെ ഇറങ്ങാനുള്ള തിരക്കിലായി. പ്രത്യേകിച്ച് ആരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രം തന്നെയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അന്ന് മഴ ഉണ്ടായിരുന്നില്ല, നല്ല വെയിൽ തെറിച്ചൊരു ദിവസം കൂടിയായിരുന്നു.
അങ്ങനെ 90 ദിവസങ്ങൾക്ക് ശേഷം നസ്രത്താത്തയും കുട്ടികളും പോയി അളിയൻ്റെ വീട്ടിലേക്ക്. പെസക്ക് സ്കൂൾ തുറക്കണ കാരണമാണ് അവർ തിരക്കിട്ട് പോയത്. സാധാരണ ഞാൻ പറഞ്ഞല്ലോ 90 ദിവസം ആകുമ്പോഴാണ് അങ്ങനെ പോവാറെന്ന്. അപ്പോൾ എന്തായാലും പെരുന്നാൾക്ക് വരും ഇൻഷാ അല്ലാഹ് എന്ന സന്തോഷത്തോട് കൂടിയിട്ട് യാത്ര അയക്കുകയാണ്. അപ്പോൾ അവർ പോയപ്പോൾ അർസൂന് ഭയങ്കര സങ്കടം. അർസൂന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.